ഹായ് ഫ്രണ്ട്സ്, ഇത് ഉടുപ്പി ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ അധികം വീഡിയോ ഒന്നുമില്ല, ഒരു 11 മിനിറ്റിനുള്ളതേ ഉള്ളൂ. എനിക്ക് അത്രേ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളിങ്ങോട്ട് പോരുമ്പോൾ ഉള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ജസ്റ്റ് കുറച്ചൊരു ഭാഗം എടുക്കാൻ പറ്റിയത്. പിന്നെ ഞങ്ങൾ ഫങ്ഷനിക്ക് പോവാണ് കേട്ടോ. എൻ്റെ മൂക്കടഞ്ഞ് അതാണ് കേട്ടോ ഇങ്ങനെ സൗണ്ട്. അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ നിന്ന് നേരെ റിസോർട്ടിൽ പോയി. റിസോർട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിൽ പോയി. പിന്നെ ഹോട്ടലിൽ നിന്ന് ഒരു 7 മണി 7:30 ആകുമ്പോൾ ഫ്രഷായിട്ട് ഞങ്ങൾ ഷിനോദിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടെയാണ് വെച്ചാൽ അതിനാണ് ഞങ്ങൾ പോയത് ഹൗസ് വാമിങ്ങിനാണ്. അതിൻ്റെ കൂടെ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയെന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇത് അവിടെ എത്തി. ഇതാണ് കേട്ടോ അവൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ. നമ്മൾ ആ വണ്ടിയിൽ തന്നെ ഇതാ പോണ ആ വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. സ്കൂൾ വണ്ടി, സ്കൂളല്ല കോളേജ് ബസ്. കാണുമ്പോൾ സ്കൂൾ വണ്ടിയും എന്നിങ്ങനെ തോന്നുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറേ പേരുണ്ട്, എൻ്റെ ബന്ധുക്കളും ഫ്രണ്ട്സ് എല്ലാവരും ആ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് വേറൊരു ഫ്ലാറ്റിൽ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോന്നു. ലിഫ്റ്റിൽ കയറി. ഇവിടെ നിന്ന് കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം അവിടെ ചെന്നപ്പോൾ നിറയെ ആൾക്കാരായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ നമ്മൾ ഈ വീഡിയോ പിടിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു തരികയല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവരൊക്കെ കണ്ടപ്പോൾ ഞാൻ വേഗം മൊബൈൽ താഴേക്കാക്കി അതിനുശേഷം കട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഷിനോദ് വീടിൻ്റെ ഉള്ളൊക്കെ കാണിച്ചു തന്നു, എല്ലാം കാണിച്ചു തന്ന്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോവുക ചെയ്തത്. അവിടെ ഒരു പാർട്ടി ഹാളുണ്ട്, അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അവനീനെ കൊണ്ട് ഇടിപ്പിച്ചാണ് കേട്ടോ. അത് ബ്ലാക്ക് സാരിയാണ് ഷിനോദിൻ്റെ ഭാര്യ. അങ്ങനെ ഇതൊക്കെ അവനി എടുത്തതാണ്. ഞാൻ അവളോട് പറഞ്ഞു കുറച്ചൊക്കെ ഒന്ന് എടുത്തിട്ട് വായോന്ന്. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് എടുത്തതാണ്. പിന്നെ ഞങ്ങൾ പാർട്ടി ഹാളിൽ പോയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ താഴത്തേക്ക് വീണ്ടും ഇങ്ങോട്ട് ഫ്ലാറ്റിലേക്ക് പോന്നു. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, അതും കൂടി ശരിക്ക് കാണിക്കാം. ഇത് അവളെടുത്തതാണ്, മോള് വന്നിട്ട് എടുത്തതാണ്. ഇതാണ് കേട്ടോ അവരെ ബെഡ്റൂം. അവിടുന്ന് ബെഡ്റൂമിൽ നിന്ന് പിന്നെ അങ്ങനെ നേരെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ബാൽക്കണിയിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആ മഞ്ഞ ചുരിദാർ അതിൻ്റെ പിറന്നാളിന് രാജേഷേട്ടൻ വാങ്ങിത്തന്നാണ് കേട്ടോ. എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഈ പരിപാടിക്ക് ഇടാന്ന്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ കളർ കണ്ടിട്ട് എടുത്താണ്. ഇതൊക്കെ അവനി എടുത്താണ് കേട്ടോ. അതാണ് കുറേ പേർക്ക് തലയില്ല അങ്ങനെ ഒരിത്. ഇത് ഈ സൈഡ് വർക്ക് ഏരിയയുടെ ഭാഗമല്ലേ, അതാണത്. വാഷിംഗ് മെഷീൻ അങ്ങനെ ഇതൊക്കെ കൂടെ നിൽക്കുന്ന ഒരു ഭാഗമാണത്. ബാൽക്കണിയിൽ നിന്നും വരാം. പിന്നെ ഈ ഫ്രണ്ട് വഴി ഇതൊക്കെ ജസ്റ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് TV കാണാനൊക്കെ ഉള്ളൊരു ഏരിയ. നമ്മുടെ ഉമ്മാറൊക്കെ പോലെ അങ്ങനെ. നമുക്ക് മുറ്റം എന്നൊക്കെ പറയാമല്ലോ. അല്ല, മുറ്റത്ത് ഇപ്പോൾ ആരെങ്കിലും TV ഒക്കെ ഉള്ളേ. ഉമ്മാറൊക്കെ പോലെ എന്ന് പറയാം. ഇതാണ് കേട്ടോ ബാൽക്കണിയുടെ ഏരിയ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറയെ പൂക്കൾ. ആ ബോഗൺവില്ലയില്ലേ, നമ്മുടെ ഇവിടെ എന്താ പറയുക, കടലാസ് പൂവ്, അതിങ്ങനെ നിറയെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ള് വൈറ്റ് കളറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ പാർട്ടി ഹാളിലേക്ക് എത്തി. അവിടെ ഇരുന്നാൽ മതി. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവരിങ്ങനെ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഇങ്ങനെ കൊടുന്നു തരും. അതെന്താ, ചിക്കൻ ലോലിപോപ്പ്, പിന്നെ ചെമ്മീൻ, മീൻ വറുത്തത്. മീൻ വറുത്തത് ഞാൻ കഴിച്ച് മടുത്തു. ചെമ്മീൻ എനിക്കിഷ്ടമാണ്, ചെമ്മീൻ ഞാൻ കഴിച്ചു. പിന്നെ വേറൊരു വലിയൊരു കഷ്ണം മീൻ കൊടുന്നു, അത് ഞാൻ കഴിച്ചില്ല. ചിക്കൻ ഞാൻ അധികം കഴിച്ചില്ല, കാരണം ചിക്കൻ്റെ ആൾക്കാർ 2 പിള്ളേരാണ്. അത് അമിത്ത് തിന്നാൻ ഞാൻ എടുത്താട്ടോ, ഒരു രസം തോന്നിയിട്ട് എടുത്താണ്. അവനും കൂടി മത്സരിച്ചിട്ട് അത് കഴിക്കുമായിരുന്നു. അവനാ പേപ്പർ കടിച്ചു, അതാണ് അവൻ അങ്ങനെ കാണിക്കണത്. പിന്നെ
അപ്പോൾ ഞാൻ രാജേഷ് ചേട്ടനോട് പറഞ്ഞു എന്നാൽ കുറച്ച് വീഡിയോസ് എനിക്ക് എടുത്തായി, അവരതൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അവരിത് ഉണ്ടാക്കുന്നുണ്ട്, അപ്പം അതൊന്ന് എടുത്തായോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയിട്ട് എടുത്താണ് കേട്ടോ ഇതൊക്കെ. ഞാനവിടെ മോൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഞാനിതും പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഫുള്ള് ബോയ്സ് ഉണ്ടാക്കുന്നത്. ഈ ഫോണും പിടിച്ച് അങ്ങോട്ട് ഓപ്പിക്കൽ ചെറിയൊരു നാണക്കേട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളൊന്ന് പോയിട്ട് എടുത്തിട്ട് വായെന്ന് പറഞ്ഞു. കുറച്ച് നേരത്തെ ഒന്ന് എടുത്തന്നു, എന്ത് പറ്റിയെന്ന് അറിയില്ല, കുറച്ച് നേരം എടുത്തന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ എന്താ പറയുക, സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ നമ്മുടെ ഫ്രൂട്ടി, പിന്നെ മിറിണ്ട, അതൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് അശോകേട്ടൻ. അപ്പോൾ ഞാൻ അശോകേട്ടനോട് അതിർത്തോ എന്താണ് ഫിഷ് തിന്നേ പറഞ്ഞാണ് എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കഴിച്ച് മടുത്ത് പറഞ്ഞു. അതെന്താ ബാക്കി വെച്ചിറക്കണം എന്നൊക്കെ ചോദിക്കാനത്. അപ്പം ഞാനങ്ങനെ എന്താ അമിത്തിന് ഫ്രൂട്ടി വേണം, പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മിറിൻ്റെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അശോകേട്ടൻ എടുത്തു തന്നു തന്നു. അമിത്ത് കുറച്ച് നേരം അവിടെ ഓടി കളിച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഇത് കഴിഞ്ഞു. പിന്നെ അടുത്തത് പിന്നെ വീണ്ടും അടുത്ത ഫുഡ് മറ്റേ നമ്മൾ പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വാങ്ങിയിട്ട് കഴിക്കണം. അതെന്താ വെച്ചാൽ നെയ്ച്ചോറുണ്ടായിരുന്നു, പിന്നെ എന്താ വേറൊരു തരം റൈസും, പിന്നെ മട്ടനും ചിക്കനും ആയിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ കൂടി വാരി തിന്നുകൊണ്ട് എന്താണ് ആർക്കും അത് പോയില്ല, എനിക്ക് പോയില്ല. ഞാൻ എടുത്തു, പക്ഷെ ഞാൻ കഴിച്ചില്ല. അവരൊക്കെ കഴിച്ചു കേട്ടോ, കുറച്ചൊക്കെ കഴിച്ചു. എന്നാലും എടുക്കും ചെയ്തു, എന്നാൽ അത് കഴിക്കാനും പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമിത്താണെങ്കിലോ പമ്പേഴ്സിലൊക്കെ കപ്പിട്ടു. പിന്നെ അതെല്ലാം കൊണ്ടുപോയി കഴുകിക്കാനും വൃത്തിയാക്കാനൊക്കെ നിന്നപ്പോൾ എനിക്കാകെ പിന്നെ കഴിക്കാനുള്ള മൂഡ് പോയി. ഞാൻ അത് കൊടുന്നു വെച്ചതിന് ശേഷം പിന്നെ എന്നെ ബാത്റൂമിലേക്ക് രാജേഷേട്ടൻ വിളിക്കണം ആപ്പിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ട് അതെല്ലാം വാഷ് ചെയ്ത് വന്നപ്പോൾ പിന്നെ എൻ്റെ മൂഡ് പോയി, പിന്നെ കഴിച്ചില്ല. ഞങ്ങളിത് അവിടുത്തെ ബാൽക്കണിയിൽ പോയിട്ട് അതൊക്കെ എടുത്താട്ടോ. അയ്യോ, തൊട്ടപ്പുറത്തൊക്കെ എന്തൊരു വലിപ്പാന്നറിയോ, കണ്ടാൽ തന്നെ പേടിയാവും. അതിനൊക്കെ താഴത്തുനിന്ന് വീണ പണി തീരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി. ഇത് ഞാൻ പിന്നെ അതിന് ശേഷം താഴത്തേക്ക് വന്നപ്പോൾ എടുത്താണ് ഈ വീഡിയോസൊക്കെ. ഞാൻ താഴത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഞങ്ങൾ വന്നു, അപ്പോൾ അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല, അപ്പം എടുത്തതാണ് ഈ വീഡിയോസ്. അപ്പോൾ എന്താണ് ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാമല്ലോ. അങ്ങനെ നല്ല ഭംഗിയുണ്ട് ടെക്നാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളേനെ മാത്രമായിട്ട് റൂമിൽ കൊണ്ടാക്കി തന്നു. പിന്നെ ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. രാജേഷ് ചേട്ടനൊന്നും എപ്പോഴാണ് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം അവർ പിന്നെ അവിടെ കുറേ നേരം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അത്ര. അതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴോ വന്ന് കിടന്നു. അതിനുശേഷം ഞങ്ങൾ രാവിലെ എണീച്ചു. ഷിനോദിൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഫുഡ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, പുട്ടും കടലയും പൊറാട്ടയും മീൻകറിയും. അപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോയി. ഞാൻ പുട്ടും കടലയും ആദ്യം പൊറാട്ടയും മീൻകറിയൊക്കെ എടുത്തു. പക്ഷേ മീൻകറി നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, വായിൽ വെക്കാൻ കൊള്ളില്ല. അപ്പോൾ ഞാനത് നൈസായിട്ട് ഒഴിവാക്കി പുട്ടും കടലയും കഴിച്ചു. പിന്നെ നേരെ ഞങ്ങൾ വന്ന് ഫ്രഷായി എല്ലാം പാക്ക് ചെയ്തു. നേരെ ഞങ്ങൾ അവിടെ ഉള്ളൊരു മാളിക്ക് പോയി. അവിടുന്ന് ചെറിയൊരു പർച്ചേസൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ നേരെ നമുക്ക് മംഗലാപുരത്തു നിന്നായിരുന്നു ട്രെയിൻ, നേരെ അങ്ങോട്ട് കൊണ്ടാക്കി തന്നു. ഇവർ ആ വണ്ടിയിൽ തന്നെ കൊണ്ടാക്കി തന്നു. അവിടുന്ന് പിന്നെ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി പോന്നു. 9:30 ആകുമ്പോൾ ഷൊർണൂരെത്തി. ഷൊർണൂരിൽ നിന്ന് നേരെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു. അതിനിടയ്ക്ക് ഏതൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. അവിടെ ഒട്ട ശോകമായിരുന്നു കേട്ടോ, കാരണം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കയറി ഇരുന്നതിന് ശേഷമാണ് അവർ പറയണത് ഒന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിന്നു. പിന്നെ നേരെ 12 മണിയാകുമ്പോൾ വീട്ടിലെത്തി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഫുള്ള് അലക്കലായിരുന്നു, അലക്കൽ. കാരണം ഇത്ര ദിവസത്തെ ഉണ്ടല്ലോ ഡ്രസ്സുകൾ, അത് 2 നേരമൊക്കെ ഇങ്ങനെ മാറി നടക്കലുണ്ടായിരുന്നത്, മൊത്തം കിഴിക്കിട്ടു. അപ്പോൾ പിന്നെ അപ്പം ഞങ്ങളവിടെ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഷൊർണൂരിലുള്ള ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് വിഷമമായി, കാരണം ആ മാളിക്കൊക്കെ കയറിയപ്പോൾ എനിക്ക് എടുക്കായിരുന്നു വീഡിയോ. പക്ഷെ ഞാനെന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ തുണി ഉണ്ടായിരുന്നു, ഞാനെച്ചാൽ ബാസ്ക്കറ്റും എടുത്തില്ല. പിന്നെ അപ്പം അതും പിടിച്ച് ഞാൻ നടക്കുകയാണ്. ഞാനൊന്നും എടുക്കില്ല എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. അപ്പോൾ 1-2 സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്കിങ്ങനെ എടുത്തു. ഞാനൊരു ജീൻസ് പാൻറ്റ് 2 ടോപ്പൊക്കെ എടുത്തു. അങ്ങനെ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ആകെ വിഷമമായി. അപ്പോൾ ഇതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുള്ള ഉടുപ്പി ട്രിപ്പ്.
ഇതൊക്കെ പിന്നെ എന്താ വെച്ചാൽ ഒരു ഓർമ്മയല്ലേ. ഇതൊക്കെ ഇനിയിപ്പോൾ ഞാൻ കളയും, എൻ്റെ ഫോണിൽ നിന്ന് ഇതൊക്കെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് പിന്നെ ഒക്കെ കളയും. അപ്പോൾ എപ്പോഴേലൊക്കെ ഒന്ന് കാണാൻ തോന്നിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ വന്ന് നോക്കാമല്ലോ. ഇത് വേഗം ഒക്കെ ശരിയാക്കിയിട്ട് ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സമയം തീരെ കിട്ടിയില്ല. അപ്പം എനിക്ക് ശിവരാത്രിയുടെ ഡാൻസ് പഠിക്കാനുണ്ടായിരുന്നു, അത് അങ്ങനെ പിന്നെ മോന് പനി പിടിച്ചു, എനിക്ക് പനി വന്നു, ഒക്കെ കൂടിയിട്ട് എനിക്ക് ഒന്നിനും പറ്റിയില്ല. അതാണ് ഇത്ര വൈകിയത്. അപ്പം എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് കിട്ടട്ടെ. ഇപ്പോൾ ഇവിടെ നേർച്ചകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മിക്കതും എൻ്റെ അവിടുത്തെ പൂരം, ചാലിശ്ശേരി പൂരത്തിൻ്റെ വുഡ് ഉണ്ടാവുക. ഇനി വേറെ വല്ല ട്രിപ്പിനൊക്കെ പോകണമെങ്കിൽ ഇടാൻ നോക്കാം. ഡെയിലി ഒന്നും ഇടാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, കാരണം ഈ ഡെയിലി വ്ളോഗ്സൊന്നും എനിക്ക് താല്പര്യമില്ല. ഇങ്ങനത്തെയൊക്കെ വല്ലതും ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ പോകണതൊക്കെയാണ് എനിക്കിഷ്ടം. ഡെയിലി ഞാൻ ഇപ്പം എന്താ ചെയ്യുക, ഡെയിലി ഞാൻ ഒന്ന് തന്നെ ചെയ്യുക, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ വേറൊന്നും ഞാൻ പറയാനൊന്നുമില്ല. തന്നെയായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. ഇത് ഞാൻ അവിടെ നിർത്താട്ടോ, ഞാൻ ബായ് പറഞ്ഞിട്ട് പറയാൻ തോന്നല്ലേ. ഇത്രേ എടുത്തുള്ളൂ, കഴിഞ്ഞു. വേറൊരു ദിവസത്തെ ഫുള്ള് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതാണ് കേട്ടോ. ബായ്.